CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. കേരളത്തിലെ ആരോഗ്യവകുപ്പിനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ച KK ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറെയാണ് ഇത്തവണ വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷം പോരാട്ടത്തിനായി ഇറക്കിയിരിക്കുന്നത്. ടീച്ചർ വടകര മണ്ഡലത്തിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി പരിചയമുള്ള ഒരു ടീച്ചറാണ്. ടീച്ചർക്ക് എന്താണ് ഈ ഒരു വടകര മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വലിയ സന്തോഷമുണ്ട്. ഈ വടകര മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നപ്പോൾ MLA ആയിരുന്ന കൂത്തുപറമ്പ് മണ്ഡലം കൂടി ഉൾപ്പെട്ടതാണ്. മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പലപ്പോഴും ധാരാളമായിട്ട് വന്നു പോകുന്ന പ്രദേശം കൂടിയാണ് വടകര മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ നാദാപുരം, മുഞ്ചിയം, കുറ്റിയാടി ഈ പ്രദേശങ്ങളാകെ. അപ്പോൾ ഇത്തരമൊരു പോരാട്ട ഭൂമിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ആണ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് കേന്ദ്രത്തിൽ അധികാരം കിട്ടുമെന്നൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് വടകര മണ്ഡലം ഇടതുപക്ഷത്തിന് നഷ്ടമായിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്തവണ എല്ലാവരും വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണ്. കാരണം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന മതേതരത്വം, അതുപോലെ സമാധാനം, ഇതിലൊക്കെ നല്ല ധാരണയുള്ളവരാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാന്നിധ്യമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമാധാനവും അതുപോലെ തന്നെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് അവനവനിഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അവനവനിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാം ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, അവിടെ സംസാരിക്കാൻ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് ലഭ്യമാക്കാൻ നമുക്ക് അർഹതയുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ അവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരാഗ്രഹം ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനവും ജനങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. വടകര ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം വടകര നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ജനങ്ങൾ ശ്രദ്ധിക്കുക വടകര നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളാണ്. അപ്പം ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി ആ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ആ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? അതെ, അതൊരു വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ പാർട്ടി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരു പ്രവർത്തകയായിട്ടുള്ള എന്നെ കൂടി തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞങ്ങൾ പോവുക. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും, ഭരണപരമായ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരിടത്ത് നമുക്ക് അഭിപ്രായം പറയാനും കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും ഒരവസരമുണ്ടാവുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുകയാണ്. പോരാട്ടങ്ങളിലൂടെ വിജയിച്ചു വന്നതാണ്. അതായത് പേരാവൂരിൽ കുറേ കാലം UDF ഭരിച്ചിരുന്ന ഒരു മണ്ഡലത്തിലാണ് തോൽപ്പിച്ച് മുന്നേറിയത്. അതുപോലെ കൂത്തുപറമ്പ് നേരത്തെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്ഥലമാണ് എങ്കിൽ പോലും അവിടെ ഒരു പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് വടകര മണ്ഡലത്തിലാണ്. വടകര രാഷ്ട്രീയപരമായും മറ്റു പല കാരണങ്ങളാലും ഒരു പ്രതിസന്ധിയുടെ ഒരു കാലം തന്നെയാണ്. UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ആ സമയത്ത് ഒരു പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളോട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്? അതെ, ഞാൻ പേരാവൂരിൽ നിങ്ങൾ പറഞ്ഞതുപോലെയാണ്. അത് UDFന് ഭൂരിപക്ഷം കിട്ടാവുന്ന ഒരു മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ കൂത്തുപറമ്പും പഴയ കൂത്തുപറമ്പല്ല, സാമാന്യ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കേണ്ടി വന്നൊരു സ്ഥലമാണ്. വടകരയിൽ മത്സരിക്കുമ്പോൾ എനിക്ക് വടകരയിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ 4 തവണ ഇതടക്കം പിന്നെ MLA ആയിരിക്കുന്ന സമയത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അവിടെ ആരോട് അന്വേഷിച്ചാലും, അത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ പോലും എല്ലാ MLA മാരും ചെയ്യുന്നുണ്ട്. പക്ഷേ
ഞാനും ആ കൂട്ടത്തിൽ വളരെ താല്പര്യമെടുത്ത് മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആർക്കും MLA ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ ചെയ്യൂലല്ലോ ഒരിക്കലും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്കടക്കം എൻ്റെ അടുത്ത് വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്ക് സംസാരിക്കാനുണ്ട്. ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കാണിച്ചിട്ടില്ല. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഈ മണ്ഡലത്തിൻ്റെ ഞാനിപ്പോൾ അത് പറയുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട്. തലശ്ശേരി മൈസൂർ റെയിൽവേ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഇങ്ങേ ഭാഗത്ത് ഒരുപാട് ടൂറിസം സാധ്യതയിലുള്ള അകലാപ്പുഴയുടെ പ്രശ്നമുണ്ട്. പിന്നെ കുറ്റ്യാടി മേഖലയിൽ, കാർഷിക മേഖലയിൽ അവരുടെ ചില പദ്ധതികളും പ്രോജക്റ്റുകളും ഒക്കെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ ഈ നാട്ടുകാർക്ക് വേണ്ടി നടപ്പിലാക്കാൻ എന്നെ തിരഞ്ഞെടുത്താൽ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ നാടിൻ്റെ കർഷകരുടെയും വ്യവസായികളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും എല്ലാം, അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, താല്പര്യമുള്ള മണ്ഡലത്തിൻ്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവരുടെയും ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കും, വർക്ക്ഷോപ്പ് വിളിച്ചു ചേർക്കും. എന്നിട്ട് വടകര മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒറ്റക്കല്ല, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ കൂടെ നിന്ന് അത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ഇനിയുള്ള നാളുകൾ വടകരയിൽ പോരാട്ടത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ വിജയിച്ച UDFന് ഇതൊരു വലിയ പോരാട്ടത്തെ തന്നെയായിരിക്കും അഭിമുഖീകരിക്കേണ്ടതായി വരിക. വടകര മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV ജോഷില.